ശാന്തിതീര ഹാർമണിയുടെ ഏറ്റവും സ്നേഹമുള്ള പ്രിയപ്പെട്ട പ്രേക്ഷകരായ നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ ഈസ്റ്റർ തിരുനാൾ മംഗളങ്ങൾ ഏറെ സ്നേഹത്തോടും സന്തോഷത്തോടും പ്രാർത്ഥനയോടും കൂടെ നിങ്ങൾക്ക് ഞാൻ നേരുകയാണ്. നമ്മൾ ഈ കഴിഞ്ഞ 9 ദിവസങ്ങളിലായി പ്രാർത്ഥനയിലൂടെയും ഉപവാസത്തിലൂടെയും നോമ്പിലൂടെയും പരിത്യാഗ പ്രവർത്തികളിലൂടെയും ഒക്കെ നമ്മൾ നമ്മെ തന്നെ പരിശോധിക്കുകയും വിശുദ്ധീകരിക്കുകയും നല്ല ദൈവത്തിന് വേണ്ടി നമ്മുടെ ഹൃദയങ്ങളെ നമ്മൾ ഒരുക്കുകയുമായിരുന്നു. മറ്റുള്ളവർ കാണുകയുള്ള പരിത്യാഗ പ്രവൃത്തികളും നോമ്പും ആരും അറിയാതെ രഹസ്യത്തിൽ ഞാനും എന്റെ പിതാവും തമ്മിലുള്ള സംഭാഷണവും പരിത്യാഗ പ്രവൃത്തികളും ഒക്കെയാണ് നമ്മുടെ ജീവിതത്തെ ഈ 50 ദിവസങ്ങളിൽ വിശുദ്ധീകരിച്ചത്. ചിലപ്പോൾ നമ്മൾ ആരംഭത്തിലെ എടുത്ത നല്ല നല്ല തീരുമാനങ്ങളൊക്കെ ഇടയ്ക്ക് വെച്ച് നമ്മൾ പാളിപ്പോയ, നമ്മുടെ ബലഹീനതകളെ തിരിച്ചറിഞ്ഞ, നമ്മുടെ നൈമിഷിക അവസ്ഥകളെ തിരിച്ചറിഞ്ഞ ചില അവസരങ്ങളും നമ്മുടെ ഉള്ളിൽ കൂടെ ഇപ്പൊ പോകുന്നുണ്ടാവും. എന്ത് തന്നെയാണെങ്കിലും രഹസ്യത്തിൽ എന്നെ അറിയുന്ന എന്റെ ദൈവപിതാവ് എന്റെ പ്രവൃത്തികളെ വിലയിരുത്തട്ടെ എന്ന് നമുക്ക് ആശ്വസിക്കാം. അവൻ നൽകുന്ന സന്തോഷവും സമാധാനവുമാണ് എന്നും എന്നേക്കും നമ്മളിൽ നിലനിൽക്കുക എന്നുകൂടി നാം മനസ്സിലാക്കുകയാണ്. അത് ഈ നോമ്പിന്റെ പര്യവസാനം എന്ന നിലയില് ബുധനാഴ്ച തുടങ്ങി ഈസ്റ്റർ തിരുനാൾ വരെയുള്ള ദിനങ്ങള് അന്ധകാരത്തിന്റെയും ഭീതിയുടെയും അസ്വസ്ഥതയുടെയും സത്യം മനസ്സിലാക്കപ്പെടാത്തതിന്റെയും ഒക്കെ ഇരുട്ടിന്റെ നിഴലിലൂടെ നമ്മൾ വ്യാപരിക്കുകയായിരുന്നു. ഞാൻ കഴിഞ്ഞ ദിവസം ഈ ദിവസങ്ങളിലൊക്കെ ഇങ്ങനെ വ്യക്തിപരമായിട്ടുള്ള എന്റെ ധ്യാനങ്ങളിലൂടെ കടന്നു പോയപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു എല്ലാ വർഷവും അത് ചിന്തിക്കുന്നുണ്ടെങ്കിലും ഈ വർഷം എന്തോ ഒരു വല്ലാത്തൊരു അനുഭവം എന്റെ മനസ്സിൽ വരികയുണ്ടായി. അതെന്താണെന്നോ, ഗത്സമൻ തോട്ടത്തില് ഞാൻ ഇപ്പോഴും ചിന്തിക്കാറുണ്ട്, നമ്മുടെ സഹനങ്ങളെ ഈശോ അനുവദിക്കുന്നതാണ് എന്ന് പലപ്പോഴും പല സംഗതികളിലും നമ്മൾ വായിച്ചു കേട്ടിട്ടുണ്ട്, പറഞ്ഞു കേട്ടിട്ടുണ്ട്, നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. ഓക്കെ, അങ്ങനെ ചിന്തിച്ചപ്പോ എനിക്ക് തോന്നുന്നത് എങ്ങനെയാ അറിയാ, ദൈവം അനുവദിക്കുന്ന സഹനമാണോ അതോ ഇത് മനുഷ്യരുണ്ടാക്കി കൂട്ടുന്ന സഹനമാണോ എന്നൊക്കെ. അപ്പോഴാണ് കർത്താവ് എനിക്കൊരു കൊള്ളിയാൻ മിന്നിച്ചു തന്നത്. ഗത്സമൻ തോട്ടത്തിലെ കർത്താവിന്റെ കൂടെ നമ്മൾ പ്രാർത്ഥിക്കാൻ ശിഷ്യന്മാര് പോയതും ഒക്കെ നമ്മൾ ദുഃഖവെള്ളിയാഴ്ചയിലെ ആ സംഭവ ബഹുലമായ ചരിത്രത്തിലൂടെ നമ്മൾ കടന്നുപോയപ്പോ നമ്മൾ മനസ്സിലാക്കിയതാണ്. കർത്താവിന്റെ മനസ്സില് ഒരു ചിന്തയുണ്ടായിരുന്നു, ഇത് പിതാവിന്റെ ഹിതമാണെങ്കിൽ അത് കർത്താവിന് ഒന്നുകൂടി ഉറപ്പ് കിട്ടണമായിരുന്നു. ഇത് എന്റെ എളിയ ചിന്തയാണ് കേട്ടോ, ഇതൊന്നും ശാസ്ത്രീയമായും ദേവീശാസ്ത്രപരമായും വ്യാഖ്യാനിക്കുന്നതായിട്ട് നിങ്ങൾ മനസ്സിലാക്കരുത്. കർത്താവ് ചിന്തിക്കുകയായിരുന്നു, ഇത് എന്റെ ദൈവം ആഗ്രഹിക്കുന്ന സഹനമാണോ അതോ മനുഷ്യർ എന്നെ ചതിക്കാൻ വേണ്ടി ചതിക്കുഴികൾ ഒരുക്കി ഇനി എന്നെ പിടിക്കാൻ കാത്തിരിക്കുന്നതാണോ എന്നൊരു ഡൗട്ട് തീർച്ചയായിട്ടും ഈശോക്ക് ഉണ്ടായി കാണും. അതുകൊണ്ടാണ് ഈശോ ഗത്സമൻ തോട്ടത്തിൽ വെച്ച് പറഞ്ഞത്, കഴിയുമെങ്കിൽ പാനപാത്രമെൻ പ്രിയത. അത് ആ പാട്ട് കർത്താവ് പാടുന്നത് ഹൃദയം പൊട്ടിയാണ്. ഇത് അങ്ങ് അനുവദിച്ചതാണോ അല്ലയോ? പക്ഷെ മാലാഖവൃന്ദം വന്ന് അദ്ദേഹത്തെ ശുശ്രൂഷിച്ചു കഴിഞ്ഞപ്പോ അദ്ദേഹത്തിന് ബോധ്യപ്പെടുകയാണ്, ഒരു സിഗ്നൽ ദൈവത്തിന്റെ ഭാഗത്തുനിന്ന് കിട്ടി. ഉടനെ അദ്ദേഹം വിചാരിക്കുകയാണ്, ദൈ വിൽ ബി ഡൺ, ഇത് എന്റെ ഇഷ്ടമല്ല അങ്ങയുടെ ഇഷ്ടം. എന്റെ ഇഷ്ടത്തില് എനിക്ക് വെപ്രാളം ഉണ്ടായിരുന്നു, അതുകൊണ്ട് ആ രക്തം വിയർത്തത് നമ്മൾ കാണുന്നുണ്ട്. കർത്താവിന്റെ രക്തം വിയർത്തു എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. ആ രക്തം വിയർത്തു, ദൈവത്തിന്റെ ഉറപ്പ് കർത്താവിന് കിട്ടിക്കഴിഞ്ഞപ്പോ കർത്താവ് സ്വതന്ത്രനായി. ഇപ്പൊ ദൈവേഷ്ടത്തിലൂടെ നമ്മൾ നീങ്ങുമ്പോൾ നമ്മൾ ആന്തരിക സ്വാതന്ത്ര്യം അനുഭവിക്കും എന്നുള്ളത് ഉറപ്പാണ്. പുറമേ നോക്കുമ്പോൾ കർത്താവിനെ പോലെ ഇത്ര ഹതഭാഗ്യനായിട്ടുള്ള ഒരാള് വേറെയില്ല. രാജാവാണ്, ദൈവപുത്രനാണ് എന്നൊക്കെ പറഞ്ഞ് ജനിച്ച നിമിഷം മുതല്, അമ്മയുടെ ഗർഭത്തിൽ ഉരുവായ നിമിഷം മുതല് അത്ഭുതങ്ങളുടെയും വെളിപാടുകളുടെയും നിറ സാന്നിധ്യമായിട്ടാണ് ഈശോയുടെ വരവ്. നമുക്കറിയാം, ദൈവപിതാവിന്റെ ഇടപെടല്, മാലാഖമാരുടെ ദൂത് കൊടുക്കല്, മറിയം അത് സ്വീകരിക്കുന്നത്, ഔസേപ്പിനെ വളർത്തുപിതാവാക്കുന്നത്, പേരെഴുതിക്കാൻ ഓടിപ്പോകുന്നത്, 12-ാം വയസ്സിൽ കാണാതാകുന്നത്, ഉപാധ്യായന്മാരുടെ കൂടെ സംസാരിക്കുന്നത്, ഇങ്ങനെ ഒരുപാട് അത്ഭുതങ്ങൾ, നമ്മുടെ കണ്ണുകൾക്ക് വിശ്വസിക്കാൻ പറ്റാത്ത ഒരുപാട് അത്ഭുതങ്ങൾ നമ്മൾ കണ്ടു കർത്താവിന്റെ ജീവിതത്തിലും ഉടനീളം നമ്മൾ നോക്കുമ്പോൾ. ആ വലിയ മാജിക്കുകാരൻ എന്ന് ഒരു കൂട്ടർ പറയുന്നു, പിശാചുബാധിതൻ എന്ന് വേറൊരു കൂട്ടർ പറയുന്നു, ഭോജനപ്രിയനെന്ന് മറ്റൊരു കൂട്ടർ പറയുന്നു, അങ്ങനെ തന്തയില്ലാത്തവരെന്ന് വേറെ കൂട്ടർ പറയുന്നു. ഇങ്ങനെയൊക്കെയുള്ള കോൺഫ്ലിക്റ്റുകളിലൂടെ കടന്നു പോകുമ്പോഴും ജനം ഇത്ര കണ്ട് ഈ മനുഷ്യന് പ്രാധാന്യം കൊടുക്കാൻ കാരണം ഇവന്റെ ഉള്ളിൽ എന്തോ പിതാവിന്റെ സ്നേഹസ്പർശം പ്രത്യേകമായിട്ട് മുദ്രകുത്തിയവനാണെന്ന് അന്നത്തെ ജനത്തിന് ഉറപ്പുള്ളത് കൊണ്ടാണ് ഇവന്റെ പുറകെ ഇങ്ങനെ എല്ലാ കണ്ണുകളും സാബുദം വീക്ഷിച്ചിരുന്നത്. ആ ഈശോയാണ് യൂദാസിലൂടെ, അതായത് തന്നോട് ഒപ്പമായിരിക്കാനും വിശാലികളെ ബഹിഷ്കരിക്കാനും വചനം പ്രസംഗിക്കാനും നാടുനീളെ ചുറ്റി സഞ്ചരിച്ച് ദൈവരാജ്യത്തിന്റെ സുവിശേഷം പ്രസംഗിക്കാനും തിരഞ്ഞെടുക്കപ്പെട്ട ശിഷ്യരിൽ ഒരുവൻ
കൂടെ നടന്ന് 3 വർഷം, അതായത് സാധാരണഗതിയിൽ നമ്മള് ട്രഷററിന്റെ പണി, കണക്കിന്റെ പണി ഏൽപ്പിക്കുക ഏറ്റവും വിശ്വസ്തനായിട്ടുള്ള ആളെയാണ്. എന്തെങ്കിലും കണക്കം കാണിക്കുന്നത് തോന്നുന്ന ആളുകളെ അധികാരികൾ കണക്കേൽപ്പിക്കാറില്ല. കണക്കേൽപ്പിക്കുന്നത് ഏറ്റവും വിശ്വസ്തരായിട്ടുള്ള ആളുകളാണ്. അങ്ങനെയുള്ള ഒരാളെ കണക്കേൽപ്പിച്ചതാണ് യൂദാസ്. ആ യൂദാസാണ് 30 വെള്ളിക്കാശിന് വേണ്ടി എന്റെ സ്വന്തം എന്ന് പറഞ്ഞവൻ എന്നെ ചുംബനം കൊണ്ട് ഒറ്റിക്കൊടുത്തതൊക്കെ നമ്മൾ കണ്ടതാണ്. തീർച്ചയായിട്ടും അവൻ അവിശ്വസ്തനായിട്ട് അവൻ പാദം മാറ്റി ചവിട്ടി, അതായത് അവൻ അവന്റെ കുഴി സ്വന്തമായിട്ട് തോണ്ടി. പക്ഷെ ദൈവനിശ്ചയപ്രകാരം ആരെങ്കിലും ഒരാൾ ഇതിന് വരണമല്ലോ. കാരണം ഈശോയെ വിട്ടത് തന്നെ രക്ഷാകര ചരിത്രത്തിന്റെ പൂർത്തീകരണത്തിനാണ്. ആ സംശയം ഈശോയ്ക്ക് മാറി കിട്ടുന്നത് ഗെത്സമൻ തോട്ടത്തില് ഇത് പിതാവിന്റെ ഹിതമാണെന്ന് അവിടുന്ന് തിരിച്ചറിയുന്നു. ഇതാ കർത്താവ്, അങ്ങയുടെ ഇഷ്ടം നിറവേറട്ടെ, എന്റെ ഇഷ്ടമല്ല എന്ന് കർത്താവ് പറയുന്നതിലൂടെ പരിപൂർണമായിട്ടുള്ള ഒരു വിധേയത്വം ദൈവപിതാവിന്, അന്ന് നിലനിരുന്ന രാജാക്കന്മാർക്കോ ഗവർണർക്കോ നിയമാധികാരികൾക്കോ പുരോഹിത പ്രമുഖന്മാർക്കോ ഒന്നുമല്ല കർത്താവ് വിധേയപ്പെട്ടത്. കർത്താവ് വിധേയപ്പെട്ടത് എന്നെ വിശ്വസിച്ച് സ്നേഹിച്ച് ഈ ലോകത്തിലേക്ക് രക്ഷയ്ക്ക് വേണ്ടി എന്നെ അയച്ച കാണാൻ പാടില്ലാത്ത അദൃശ്യ ശക്തിയായ ആ ദൈവപിതാവിനെ, എന്നാൽ എന്നെ കാണുന്നവൻ പിതാവിനെ കാണുന്നു എന്ന് പറയുന്ന ആ ദിവ്യപുത്രൻ തന്റെ പിതാവിനാണ് ആ പൂർണ്ണ വിധേയത്വം ഗെത്സമൻ തോട്ടത്തിൽ വെച്ച് പ്രഖ്യാപിച്ചത്. ആ വിധേയത്വം പ്രഖ്യാപിച്ചതിന് ശേഷം ഈശോ സർവ്വസ്വതന്ത്രനായിരുന്നു. നമ്മൾ കാണുമ്പോ കർത്താവിന്റെ ശരീരത്തിൽ മുള്ളാണികൾ കൊണ്ട് അടിക്കുന്നു, ചെമ്മട്ടികളിലേക്ക് ഈശോയെ കുരിശിൻ ചുമന്ന് കൊണ്ടുപോകുന്നതിനിടയിൽ ഒരുപാട് പീഡനങ്ങള് നമ്മൾ കാണുന്നുണ്ട്. കാരുണ്യപാണികളിൽ തറയ്ക്കപ്പെട്ടവൻ പെടഞ്ഞ് മരിക്കുകയാണ്. ഇതൊക്കെ എക്സ്റ്റേണലി നമ്മൾ കാണുന്നുണ്ടെങ്കിലും കർത്താവിന്റെ ആന്തരിക മനസ്സ് ഹൃദയം എന്ന് പറയുന്നത് വളരെ ശാന്തമാണ്. കാരണം എന്താ? പിതാവിന്റെ ഹിതമാണെന്ന് തിരിച്ചറിഞ്ഞു, അവനത് അംഗീകാരം കൊടുത്തു. ഈ പീഡാസഹനങ്ങളോട് കർത്താവ് മറുതലിച്ചില്ല. ആ പീഡാസഹനങ്ങളെ സ്ട്രഗിള് കൊടുത്തില്ല. നമ്മൾ ചിലപ്പോൾ സാധനങ്ങളെ ഏറ്റെടുക്കുന്നത് സ്ട്രഗിളാണ്. ദൈവമേ, എന്തൊരു കുരിശാണ്, ഈ ഭാര്യ എന്നോട് ഇങ്ങനെ പെരുമാറുന്നു, ഈ ഭർത്താവ് എന്നോട് ഇങ്ങനെ പെരുമാറുന്നു, എന്റെ അധികാരികൾ എന്നോട് ഇങ്ങനെ പെരുമാറുന്നു, എന്റെ സുപ്പീരിയർ ഇങ്ങനെ പെരുമാറുന്നു, എന്റെ കമ്മ്യൂണിറ്റി അംഗങ്ങൾ ഇങ്ങനെ പെരുമാറുന്നു, അല്ലെങ്കിൽ എന്റെ ശത്രുക്കളെ, എന്റെ കൂട്ടുകാർ എന്നോട് ഇങ്ങനെയൊക്കെ നമ്മൾ സ്ട്രഗിൾ ചെയ്യാണ്. അതിനോട് നമ്മൾ സ്ട്രഗിൾ ചെയ്യുമ്പോഴാണ് നമുക്ക് ഒതുക്കാൻ പറ്റാത്ത സങ്കടവും വെറുപ്പും വൈരാഗ്യവും മൂഡ് ഓഫും ഒക്കെ വരിക. പക്ഷെ ഇത് കർത്താവിന്റെ ഹിതമാണ്. ഈ കാലഘട്ടത്തിലൂടെ ഞാൻ കടന്നു പോകണമെന്ന ആഴമായ ബോധ്യം കർത്താവിന് ഉണ്ടായിരുന്നത് കൊണ്ട് പിന്നെ ഒരു പീഡകളും കർത്താവിന് സത്യത്തിൽ സഹനമായിരുന്നില്ല. എന്നാൽ ശരീരത്തിൽ കർത്താവ് സഹിച്ചു എന്നത് ശരി തന്നെ, പക്ഷെ ആന്തരികമായിട്ടുള്ള സമാധാനം കർത്താവിന്റെ കയ്യിൽ നിന്ന് എടുത്തു കളയാൻ ആർക്കും സാധിച്ചിട്ടില്ല. അതുകൊണ്ടാണ് ആ കുരിശ് യാത്ര ഏറ്റവും സന്തോഷപ്രദനായിട്ട് കർത്താവിന് തീർക്കാൻ പറ്റിക്കാണും. മുഖം ചോര കൊണ്ട് അഭിഷേകം ചെയ്യപ്പെടുന്നുണ്ടെങ്കിലും സങ്കടത്തോടെ കണ്ണീരൊഴുക്കി കരയുന്ന കർത്താവിനെ ഒന്നും നമ്മൾ കാണുന്നില്ല. നമ്മൾ ആ ആണി അടിക്കുമ്പോൾ ഒച്ചയെടുക്കുന്ന കർത്താവിനെ കാണുന്നുണ്ട്, പക്ഷെ അതിനെ മറുതിരിക്കുന്നില്ല, അല്ലെങ്കിൽ അതിനോട് സമരസപ്പെടുന്നില്ല. ഈ അധികാരികൾ പറഞ്ഞതൊക്കെ സമ്മതിക്കുകയാണെങ്കിൽ അവരെ രാജാവായിട്ട് അവർ വാഴ്ത്തിയേനെ, അവരുടെ ഒരു മന്ത്രിയോ രാജാവോ ഒക്കെ കർത്താവിനെ ഈശോയെ മാറ്റിയേനെ. പക്ഷെ അതിനൊന്നും നിൽക്കുന്നില്ല. ആരോടും തന്റെ ബോധ്യങ്ങളിൽ, തന്റെ നിലപാടുകളിൽ മാറ്റം വരുത്താതെ. അതാണ് ഒരു ഉദാഹരണം. പിലാത്തോസ് പറയുന്നില്ലേ, നിന്നെ ശിക്ഷിക്കാനും രക്ഷിക്കാനും എനിക്ക് അവകാശമുണ്ട്, എനിക്ക് വേണമെങ്കിൽ നിന്നെ മോചിപ്പിക്കാം. ഉടനെ കർത്താവ് പറയാണ്, അങ്ങനെ നീ മോചിപ്പിക്കേണ്ടതാണ് ഉള്ളിലെ ചിന്ത കർത്താവിന്റെ. അതിനൊരു ഒറ്റ ഉത്തരത്തിൽ കൂടെ, ഉന്നതത്തിൽ നിന്ന് അധികാരം നൽകപ്പെട്ടില്ലായിരുന്നെങ്കിൽ നിനക്ക് എന്റെ മേൽ ഒരു അവകാശവും ഉണ്ടാവില്ല എന്ന് വ്യക്തമായിട്ട് നിഷ്പക്ഷമായിട്ട് തന്റെ ആന്തരിക നിലപാട് പിലാത്തോസിന്റെ മുൻപിൽ പറയുന്ന ആ കർത്താവിന്റെ ആ ആധികാരികത നമുക്ക് മനസ്സിലാക്കാം. പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഈ ആധികാരികത. ഈ ആധികാരികതയാണ് ഉന്നതത്തിൽ നിന്ന് അധികാരം നൽകപ്പെട്ടില്ലായിരുന്നെങ്കിൽ എന്റെ കുടുംബത്ത് ഈ പ്രശ്നം ഞാൻ അനുഭവിക്കാൻ ഇടവരികില്ലായിരുന്നു, എന്റെ ജീവിത പങ്കാളി എന്നെ ഇങ്ങനെ സംശയിക്കില്ലായിരുന്നു, എന്റെ ഭർത്താവ് എന്നോട് ഇങ്ങനെ മോശമായിട്ട് പെരുമാറില്ലായിരുന്നു, എന്നെ അവഗണിക്കില്ലായിരുന്നു, എന്നെ അനാവശ്യമായിട്ട് തെറ്റിദ്ധരിക്കില്ല എന്റെ സമൂഹാംഗങ്ങള്, അല്ലെങ്കിൽ എന്റെ അധികാരികള് എന്നോട് ഇങ്ങനെ ഭീഷണിയായിട്ട് എന്നോട് അധികാരം പ്രയോഗിച്ച് എന്നെ അമർച്ച ചെയ്യുന്നുണ്ടെങ്കിൽ അത് കർത്താവ് അനുവദിച്ചിട്ടാണ്. ഈ സഹനത്തിലൂടെ ഞാൻ കടന്നു പോകണമെന്ന് എന്റെ ദൈവപിതാവ് ആഗ്രഹിക്കുന്നു, ഇഷ്ടപ്പെടുന്നു എന്ന് മനസ്സിലാക്കിയാൽ മാത്രമാണ് എനിക്ക് ആ സാഹചര്യങ്ങളിലൂടെ കടന്നു പോകാൻ എന്നെ അനുവദിച്ചവരോട് പരിപൂർണമായി ക്ഷമിക്കാനും പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തിന് മനസ്സ് കൊടുക്കാൻ ഇത് നമുക്ക് സ്വീകരിക്കാൻ പറ്റുള്ളൂ. അപ്പോഴാണ് നമ്മുടെ ശത്രുക്കൾ എന്ന് പറയുന്ന ആളുകളൊക്കെ നമ്മള് നിരപരാധികളായിട്ട് അവൻ ചെയ്യുന്നത് എന്തെന്ന് അറിയാമെങ്കിൽ അവരോട് ക്ഷമിക്കണേന്നല്ലേ ഈശോ പറഞ്ഞത്. അതുപോലെ നമുക്കും പറയാൻ പറ്റുള്ളൂ. അപ്പൊ പ്രിയമുള്ള സ്ഥലത്തോടെ ഞാൻ ചുരുക്കുകയാണ്. നമുക്ക് ഇന്ന് ഈസ്റ്ററിന്റെ ഒരുപാട് പണികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് കണ്ടിരിക്കാനും കേട്ടിരിക്കാനും ഒന്നും ഒരുപാട് നേരം കിട്ടില്ല. അപ്പൊ വീണ്ടും ഞാൻ പറയുകയാണ്, എന്റെ നിത്യജീവിതത്തിൽ വരുന്ന സഹനങ്ങളോട്
പടപൊരുതാതെ ശാന്തമായിട്ട് പിതാവിന്റെ മുൻപിൽ ഞാൻ ആയിരിക്കുമ്പോൾ തീർച്ചയായും അവൻ എനിക്ക് വേണ്ടി വാതിൽ തുറക്കും. എന്റെ ഹൃദയത്തിൽ അവൻ സജീവനായി നിലനിൽക്കും. അവൻ എനിക്ക് വേണ്ടി എന്നെ ഭരിക്കുന്നവനായിട്ട് എന്റെ കൂടെ എപ്പോഴും നിലകൊള്ളും. ഇതാണ് നമുക്കുള്ള ഉറപ്പ്. നാട്ടുകാരും വീട്ടുകാരും ബന്ധുക്കളും മിത്രങ്ങളും ഒന്നും എന്റെ കൂടെ നിന്നില്ലെങ്കിലും ഞാൻ സത്യത്തിന്റെ പാതയിലാണെങ്കിൽ ആരൊക്കെ എന്നെ അമർച്ച ചെയ്താലും ആരൊക്കെ എന്നെ കുഴിച്ചു മൂടിയാലും എവിടെ ഞാൻ ഒതുക്കപ്പെടുന്നുവോ, എവിടെ ഞാൻ തള്ളപ്പെടുന്നുവോ, എവിടെ ഞാൻ അവഗണിക്കപ്പെടുന്നുവോ അവിടെ തന്നെ എന്റെ പിതാവ് ഉയർത്തെഴുന്നേൽപ്പിക്കാൻ ഒരു പദ്ധതിയും രൂപീകരിച്ചിട്ടാണ് എന്റെ ജീവിതത്തിൽ കർത്താവ് സഹനങ്ങൾ തരുന്നത്. ഈ സഹനങ്ങളെ ഈ മനോഭാവത്തോടു കൂടി നാം ആയിരിക്കുമ്പോൾ ഈ സഹനങ്ങളെ ആഞ്ഞു പുൽകാൻ ബലഹീനരായ നമുക്ക് സാധിക്കും. കാരണം എന്റെ ബലഹീനതയിലാണ് അവൻ ശക്തി പ്രാപിക്കുന്നത്. എനിക്ക് എല്ലാം തികഞ്ഞവനാണെങ്കിൽ കർത്താവിന്റെ ആവശ്യം എനിക്കില്ല, എനിക്ക് ഒന്നുമില്ലാത്തവനാണ് എന്ന് ഞാൻ ബോധ്യപ്പെടുമ്പോഴാണ് എന്റെ കർത്താവ് എന്നിൽ സജീവനാകുന്നത്. നമുക്ക് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാം, കർത്താവെ നിന്റെ സത്യം എന്നും വിജയിക്കട്ടെ. അങ്ങയുടെ സത്യത്തിന്റെ വിജയമാണ് അവനെ ഒതുക്കപ്പെട്ടെടുത്ത് കല്ല് ഉരുട്ടി മാറ്റാൻ മാലാഖ വന്നു എന്ന് പറയുന്നത്. മാലാഖ വന്ന് കല്ല് ഉരുട്ടി മാറ്റി അവനെ ഉത്താനം ചെയ്ത കർത്താവിനെ, അല്ലെങ്കിൽ എന്താണ് കല്ലറ ഒരു മിനിറ്റ് നേരം കൊണ്ട് ശക്തിമാനായിട്ട് കർത്താവിനത് തല്ലിപ്പൊളിക്കാനായിട്ട് മാലാഖയുടെ സഹായം വേണോ? ദൈവം തന്നെയല്ലേ അവൻ. പക്ഷെ അങ്ങനെയല്ല, പിതാവിന്റെ തീരുമാനമാണ് അവൻ മരിച്ച് ഒതുക്കപ്പെട്ട് അടക്കപ്പെട്ട് ഒന്നുമില്ലാത്തവനെ പോലെ അവൻ നിഷ്കാസിതനായിട്ട് അതേ സ്ഥലത്ത് തന്നെ ദൈവം അവനെ ഉയർപ്പിക്കുമെന്ന ഉറപ്പ് ഒരിക്കൽ കൂടി നമുക്ക് ലഭ്യമാണ് തിരുവചനത്തിലൂടെ. മാലാഖ വന്ന്, ദൈവദൂതൻ വന്ന്, ഒരു വെളുത്ത വസ്ത്രം ധരിച്ച യുവാവ് വന്ന് ആ കല്ല് ഉരുട്ടി മാറ്റി അവനിതാ വിജയശ്രീ ലാളിതനായിട്ട് നിങ്ങൾക്ക് സമാധാനം എന്ന് പറഞ്ഞ് നിൽക്കുകയാണ്. മറിയം മഗ്ദലേന വന്നപ്പോ റബ്ബോനി എന്ന് വിളിച്ച നേരത്ത് ആ തിരിച്ചറിവിന്റെ ഒരു നിമിഷമുണ്ട്. പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മുടെ സഹനത്തിന്റെ നിമിഷങ്ങളിൽ നമുക്കും അവളോട് ഒപ്പം ചേർന്ന് റബ്ബോനി, മൈ ലോർഡ്, മൈ ജീസസ് എന്ന് പറയാൻ നമുക്ക് സാധിക്കട്ടെ. അവൻ നൽകുന്ന ആ സമാധാനം ആവോളം ആസ്വദിക്കുവാൻ, നാം ആസ്വദിക്കുന്ന സമാധാനം നമ്മെ കണ്ടുമുട്ടുന്നവർക്കൊക്കെ കൊടുക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. ഒരിക്കൽ കൂടി നമ്മുടെ ജീവിത സഹനങ്ങളെ കർത്താവിന്റെ സഹനമാണോ, പിതാവ് അനുവദിച്ച സഹനമാണോ എന്ന് തിരിച്ചറിയാനും സ്വന്തം ജീവിതത്തിന്റെ കുൽസിത പ്രവൃത്തികൾ പോലെ നാം വരുത്തിവെക്കുന്ന സഹനങ്ങളിൽ നിന്ന് വിടുതൽ ലഭിക്കാനും ഹൃദയത്തിന്റെ പരിശുദ്ധി എന്നും കാത്തു സൂക്ഷിക്കാനും നന്മയുടെ ഓരം ചേർന്ന് നടക്കാനും നമുക്കാകട്ടെ. ഈ തിരുനാൾ ദിനത്തിന്റെ, ഈസ്റ്റർ തിരുനാൾ ദിനത്തിന്റെ ഉത്തിതനായ കർത്താവിന്റെ ഹൃദയ സന്തോഷം നിങ്ങളെ എല്ലാവരെയും ഭരിക്കട്ടെ, എന്നെയും ഭരിക്കട്ടെ എന്ന് നമുക്ക് പരസ്പരം പ്രാർത്ഥിക്കാം. ഒരിക്കൽ കൂടി ഈസ്റ്ററിന്റെ തിരുനാൾ മംഗളങ്ങൾ നേർന്ന് നിർത്തുന്നു. നന്ദി.